ദേവരാഗം രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 100. അപ്പം സെഞ്ചുറി ആയി കേട്ടോ. ഇനി കഥയിലേക്ക് കടക്കാവേ. ഉച്ചയ്ക്കത്തേനുള്ള ഭക്ഷണം മഹാദേവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. വൈശു സഹായിക്കാനാണെന്ന് പറഞ്ഞ് ചെന്നിട്ടും അവൻ അവളെ കൊണ്ട് ഒരു പണിയും എടുപ്പിക്കാതെ അടുക്കളയിൽ കിടന്ന കസേരയിൽ തന്നെ ഇരുത്തി. ഇതിനിടയിൽ എപ്പോഴോ കുറച്ചു നേരത്തെ കരണ്ട് വന്നതുകൊണ്ട് എമർജൻസി ലൈറ്റും ഫോണും ചാർജ് ആക്കിയിരുന്നു. ചാർജ് ആയതും വൈശു മഹാദേവൻ്റെ ഫോണിൽ നിന്നും ബാലുവിനെ വിളിച്ചു. അവരിന്നും വരില്ലെന്നറിഞ്ഞതും പെണ്ണിന് സങ്കടമായി. ലക്ഷ്മിയും പത്മാവതിയും വിഷ്ണുവും ഒക്കെ അവളോട് വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും പിണക്കത്തോടെയുള്ള മറുപടിയായിരുന്നു പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ചെന്നത്. വൈശാഖിയുടെ നിർബന്ധപ്രകാരം നാളെ വരാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് അവർ ഫോൺ വെച്ചതും. അടുക്കളയിൽ മഹാദേവൻ കൊണ്ടുപിടിച്ചുള്ള പണിയായതുകൊണ്ട് തന്നെ അവൾ പിന്നീട് ടി വിയുടെ മുമ്പിൽ ചെന്നിരുന്നു. ടി വിയിൽ ഏതോ പഴയ മലയാളം ഫിലിമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പേരൊന്നും അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും കണ്ടിരിക്കുവാനൊരു സുഖം തോന്നിയതുകൊണ്ട് മാത്രം അവൾ ചാനൽ മാറ്റാതെ കണ്ടുകൊണ്ടിരുന്നു. അമ്മയും മകളും തമ്മിലുള്ള സ്നേഹബന്ധമാണ് സ്റ്റോറിയിൽ മുഴുവനും. അമ്മ മകളെ വഴക്കു പറയുന്നതും അവരോട് പിണങ്ങിയിരിക്കുന്നതും, അമ്മ അവളുടെ പുറകെ നടന്ന് അവൾക്ക് ചോറ് വാരി കൊടുക്കുന്നതും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴേക്കും വൈശാഖിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തനിക്കും ഉണ്ടൊരമ്മ. കഴിച്ചോ എന്ന് ചോദിക്കാത്ത, വയ്യാഴികയിൽ പോലും അടുത്തൊന്നിരുന്ന് സ്നേഹം കാട്ടാത്ത, തമാശകൾ പറയാത്ത, എന്തിന് തന്നോട് സുഖമാണോ എന്നൊരു വാക്കുപോലും മുഖത്തു നോക്കി ചോദിക്കാത്ത ഒരമ്മ. വൈശാഖിയുടെ കണ്ണുകൾ അത് ഓർമ്മയിൽ വന്നതും നിറഞ്ഞൊഴുകി. എത്രയൊക്കെ ഓർക്കരുതെന്ന് നനച്ചാലും രക്തബന്ധമാണ്. അതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ കൂടെ കൂടെ നമ്മളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. വൈശാഖി. അപ്പോഴാണ് മഹാദേവൻ ചെന്ന് അരികിലിരുന്നു കൊണ്ട് അവളെ തട്ടി വിളിച്ചത്. പൊടുന്നനെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ദേവനെ മുഖം ചിരിച്ചു നോക്കി. എന്താ വൈശാഖി? കരയുന്നവളെ കണ്ടതും ചെക്കൻ്റെ മുഖം ചുളിഞ്ഞു. ഒന്നും പറയുവാൻ കൂട്ടാക്കാതെ അവൾ മുഖം കുനിച്ചിരുന്നു. നീ പറയുന്നുണ്ടോ? വൈശുവിൻ്റെ കൈത്തുടയിൽ പിടിച്ചുകൊണ്ട് മഹാദേവൻ അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി. പെണ്ണ് കണ്ണുനീര അവൻ്റെ ഹൃദയത്തെ അത്രത്തോളം പൊള്ളിച്ചിരുന്നു. അമ്മയെ ഓർത്തു. വിതുമ്പിക്കൊണ്ട് പെണ്ണുള്ള കാര്യം തുറന്നു പറഞ്ഞു. അപ്പോഴാണ് മഹാദേവൻ്റെ നോട്ടം ടി വിയിലേക്ക് നീണ്ടതും അതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമാ ദൃശ്യങ്ങളിലേക്കും പോയതും ഒക്കെ. അവളുടെ കരച്ചിലിൻ്റെ പിന്നിലുള്ള കാര്യം മനസ്സിലാക്കുവാൻ പിന്നീട് അവന് തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല. വൈശാഖി. തനിക്ക് മുൻപിലിരുന്ന് കരയുന്ന പെണ്ണിനെ കണ്ടിരിക്കുവാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാവണം അവൻ അവളെ എടുത്ത് പൊടുന്നനെ മടിയിലേക്ക് ഇരുത്തിയത്. അവൻ്റെ ആ പ്രവൃത്തിയിൽ വൈശാഖി ഒരു നിമിഷം വെപ്രാളപ്പെട്ടു പോയി എന്ന് വേണം പറയുവാൻ. സർ. അവൾ അയാളെ പതുങ്ങനെ വിളിച്ചു. ഞാൻ നിന്റെ ആരാ വൈശാഖി? അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാദേവൻ ശാന്തനായി തിരക്കി. എൻ്റെ ഹസ്ബൻഡ്. ഈ ചോദ്യം ഇപ്പോഴെന്തിനെന്ന രീതിയിൽ അവൾ ഉത്തരം കൊടുത്തു. അത് മാത്രമാണോ? വൈശുവിൻ്റെ കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം അത്രയ്ക്കങ്ങ് വൈശാഖിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൾ അവനെ സംശയത്തോടെ നോക്കിയിരുന്നത് മാത്രമേ ഉള്ളൂ. പറ വൈശാഖി, അത് മാത്രമേ ഉള്ളോ? അവൻ്റെ ചോദ്യം വീണ്ടും വൈശാഖിയെ തേടിച്ചെന്നു. ആ ഒരുവനിൽ നിന്ന് ഇങ്ങനെയുള്ള സംസാരങ്ങൾ പുതുമയുള്ളതായതുകൊണ്ടാവാം വൈശു ഒട്ടൊരാശ്ചര്യത്തോടെയാണ് അവനെ നോക്കിയിരുന്നത്. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരട്ടെ നിനക്ക്? അവളുടെ മൗനം കണ്ട് അവൻ തുടക്കമിട്ടു. വൈശു മൂളിക്കൊണ്ട് തലയാട്ടി. നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇനിയും തൊട്ട് ഞാനല്ലേ വൈശാഖി? പെണ്ണിൻ്റെ 2 കൺപോളകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ണുനീരിനെ വിരൽ തുമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് അവൻ അവളെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. വൈശാഖിയുടെ മനസ്സൊന്ന് നിറഞ്ഞു, കൂട്ടത്തിൽ കണ്ണും. അവൾ അവനിലേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു. അതേ, മണി 1:30 മനുഷ്യനോടെ വിശക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും വൈശാഖി അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടതും മഹാദേവൻ അവളെ തട്ടി വിളിച്ചു. സാറ് കഴിച്ചോ? വൈശാഖി അപ്പോഴേക്ക് അവൻ്റെ മടിയിൽ നിന്ന് സെറ്റിയിലേക്കായി ഇരുന്നു. അവൾക്കൊട്ടും വിശപ്പ് തോന്നിയിരുന്നില്ല ആ നേരം. നീയും വാ, സമയത്തിന് വന്ന് കഴിക്കാൻ നോക്ക്. അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയതും
അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വൈശാഖിയും അവൻ്റെ പിന്നാലെ നടന്നു. അവൻ ചോറും കറികളും 2 പാത്രങ്ങളിലേക്കാക്കി വിളമ്പി. വൈശാഖി അപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിലേക്ക് പകർന്നിരുന്നു. ഡൈനിങ് ടേബിളിന് മുകളിലായി ഭക്ഷണം കൊണ്ടുവന്ന് ദേവൻ വെച്ചതും അവളും കൈ കഴുകി അവൻ്റെ അരികിലായി ചെന്നിരുന്നു. പക്ഷേ മഹാദേവൻ കഴിക്കാൻ തുടങ്ങിയിട്ടും വൈശാഖി പാത്രത്തിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്താ വൈശാഖി ഇങ്ങനെ കിള്ളിപ്പെറുക്കുന്നേ? മര്യാദയ്ക്കിരുന്ന് കഴിക്കാൻ നോക്ക്. വൈശു കഴിക്കാതെ മടി പിടിച്ചിരിക്കുന്നത് കണ്ടതും ദേവൻ അവളോട് ദേഷ്യപ്പെട്ടു. ഈ സാറിന് ഓന്തിൻ്റെ സ്വഭാവമാണ്. ചില നേരം ഭയങ്കര സ്നേഹം, ചിലപ്പോൾ ഒടുക്കത്തെ റൊമാൻസ്. ഇതൊന്നും അല്ലെങ്കിൽ എന്നെ പൊട്ടുകളിപ്പിക്കൽ. ഇങ്ങേരെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ജന്മം കഴിയോ ആവോ? പിറുപിറുത്തുകൊണ്ടാണ് അവൾ മെല്ലെ വാരി കഴിക്കാൻ തുടങ്ങിയത്. മഹാദേവൻ്റെ കഴിപ്പ് കഴിഞ്ഞിട്ടും വൈശാഖിയുടെ കിള്ളിപ്പെറുകൽ തീർന്നിരുന്നില്ല. അവനത് കണ്ടതും ദേഷ്യം വന്നു. നീ എന്താ ഇള്ള കുഞ്ഞിഞ്ഞാണോ? നിനക്കുരുള ഉരുട്ടി ഇനി വായി തരണായിരിക്കും. ഉള്ളിലെ ദേഷ്യം പുറത്തേക്ക് കാട്ടാതെ ഇത്തിരി മയത്തിൽ തന്നെയാണ് ദേവൻ അത് പറഞ്ഞത്. പക്ഷേ തൊട്ടരികിലിരിക്കുന്നവളുടെ കണ്ണിൽ ഒരു തിളക്കം പൊടുന്നനെ ഉണ്ടായത് മഹാദേവൻ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല. താൻ വാരിക്കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടോ? മഹാദേവന് തെല്ലൊരു സംശയം തോന്നിപ്പോയി ആ നേരം. കാരണം പെണ്ണിൻ്റെ മുഖത്തെ അപ്പോഴുള്ള പ്രകാശം അത് സത്യമാണെന്ന് വിളിച്ചോതി. വാരിത്തരുമോ? നിഷ്കളങ്കമായി പൊടുന്നനെ വൈശാഖി ചോദിക്കുന്ന കേട്ടപ്പോൾ താൻ മനസ്സിൽ ചിന്തിച്ച് എത്ര ശരിയാണെന്ന് അവൻ ഓർത്തു. അവളുടെ ആഗ്രഹത്തെ തള്ളിക്കളയുവാൻ മഹാദേവനെ കൊണ്ടായില്ല. അതുകൊണ്ട് തന്നെ വൈശുവിൻ്റെ മുൻപിലിരിക്കുന്ന പാത്രത്തിലെ ചോറ് കറി കൂട്ടിക്കുഴച്ചവൻ ഉരുളകളാക്കി കൊടുക്കുവാനായി തുടങ്ങി. വൈശാഖി അത് നിറഞ്ഞ മനസ്സോടെയാണ് വാങ്ങി കഴിച്ചു കൊണ്ടിരുന്നത്. ഇനി കുറച്ചുകൂടെ എടുത്തോണ്ട് വരട്ടെ? കുറേ നേരം കഴിഞ്ഞപ്പോൾ മഹാദേവനിൽ നിന്ന് ആ ചോദ്യം ഉണ്ടായപ്പോഴാണ് വൈശാഖി തൻ്റെ പാത്രത്തിലേക്ക് നോക്കിയത് തന്നെ. അത് കാലിയായിരുന്നു. ഇത്ര പെട്ടെന്ന് താൻ ഇത് മുഴുവനും കഴിച്ചുവോ? വൈശാഖിക്ക് അത്ഭുതമായിരുന്നു. വേണ്ട. വയറു നിറഞ്ഞ സന്തോഷത്തിൽ അവൾ പുഞ്ചിരിച്ചു. പാത്രങ്ങൾ എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്ന മഹാദേവനെ അവൾ നന്ദിയോടെ നോക്കിയിരുന്നു. ഇവയ്ക്ക് ഈ ഡ്രസ്സല്ലാതെ മറ്റൊന്നും ഇല്ലേ മനുഷ്യൻ്റെ കൺട്രോൾ കളയാനായിട്ട്? രാത്രി ഉറങ്ങുവാനായി മുറിയിലേക്ക് ചെന്നപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന വൈശാഖിയുടെ രൂപം മഹാദേവൻ ശ്രദ്ധിക്കുന്നത്. മുട്ടിന് മുകളിൽ വരെ എത്തുന്ന നീളമുള്ള ഒരു ഷോർട്ടും സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് പെണ്ണിൻ്റെ വേഷം. എന്തോ വല്ലാത്തൊരു വശ്യത അവളെ കണ്ടപ്പോൾ മഹാദേവന് തോന്നിപ്പോയി. കല്യാണത്തിന് മുൻപ് പല പ്രാവശ്യം ഈ ഡ്രസ്സ് ധരിച്ച് വൈശാഖിയെ കണ്ടിട്ടുള്ളതാണെങ്കിലും മഹാദേവൻ പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിലായി. എന്താ? കിടക്കാതെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും പെണ്ണ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല എൻ്റെ പൊന്നോ. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ചെക്കൻ കമിഴ്ന്നൊരു കിടപ്പായിരുന്നു ബെഡിന് മുകളിൽ. ഈ സാറിന് ഇതിപ്പോൾ എന്തു പറ്റിയതാ? അവനിലെ മാറ്റങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാവാം പെണ്ണ് ചുണ്ടു ചുളുക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കിക്കടന്നത്. എന്താടി? മുഖം കുത്തി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനോട് മഹാദേവൻ ഇത്തിരി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അവൾ അവനോടൊന്നും മിണ്ടിയില്ല. പകരം അവൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഹാളിലെ ടീപ്പോയുടെ മുകളിലിരുന്ന മഹാദേവൻ്റെ ഫോണിലേക്ക് നീരജയുടെ 2ാമത്തെ മിസ്ഡ് കോളും വന്ന് ബെല്ലടിച്ച് നിന്നു കഴിഞ്ഞിരുന്നു. പെണ്ണിൻ്റെ മോന്ത വീർപ്പിച്ചിരിക്കുന്നതിന് പിന്നിലുള്ള കാരണം ശരിക്കും പറഞ്ഞ അപ്പോഴാണ് മഹാദേവന് മനസ്സിലായത് തന്നെ. ഈ പെണ്ണിത് ഇക്കാര്യം പറഞ്ഞ് എന്നെ സംശയിക്കുവാണോ? ആ വൃത്തികെട്ട നീരജ പതിവില്ലാത്ത രീതിയിൽ എന്തിനാണിപ്പോൾ എന്നെ വിളിച്ചത്? അവളോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്നതും. ഇതിപ്പോൾ പണിയായോ ആവോ? അവൻ്റെ മുഖത്ത് പൊടുന്നനെ ഒരു വെപ്രാളം നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് അവനിൽ ഭയം എന്ന വികാരം ഉണ്ടാവാൻ തുടങ്ങി. അതും ഒരു പെണ്ണിനോട്. സത്യം പറഞ്ഞാൽ നീരജ് എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയില്ല വൈശാഖി. നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുത്. അവൻ മുൻകൂർ ജാമ്യം എടുത്തു. പക്ഷെ എന്നിട്ടും മൗനമായിരുന്നവൾ അവനിൽ വീണ്ടും ആശങ്ക നിറച്ചു. ഡി, സത്യമായിട്ട് ആ നീരജ് എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയില്ല. അവളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കോൾ എടുക്കാഞ്ഞതും. നീ വെറുതെ എന്നെ സംശയിക്കരുതേ. വൈശാഖി തെറ്റിദ്ധരിക്കുമോ എന്നുള്ള പേടി അവനുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. അതിന് ഞാൻ സാറിനോടൊന്നും ചോദിച്ചില്ലല്ലോ. മുഖം വീർപ്പിച്ചുകൊണ്ട് അത്രമാത്രം പറഞ്ഞവൾ. എന്നിട്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ മുറിയിലേക്ക് കയറിപ്പോയി. മഹാദേവൻ അവളുടെ ആ പോക്കിൽ എന്തോ പന്തികേട് തോന്നി.
ഒന്നും മനസ്സിൽ വിചാരിക്കായിരുന്ന ഇവളുടെ മുഖത്തിന് എന്തിനാണ് ഇത്രയും കടുപ്പം? സംശയമൊന്നും തോന്നാത്തവളുടെ സ്വഭാവത്തിന് എന്തിനാണ് ഇത്രയും മാറ്റം? അവൾ പിണങ്ങിയതുപോലെ തന്നെയാണ് പോയതും. പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാൻ മഹാദേവനെ കൊണ്ടായില്ല. മുൻവാതിൽ ചാരിയിട്ട് അവനും മുറിയിലേക്ക് വേഗത്തിൽ കാലുകൾ നീക്കി. വൈശാഖി എന്നും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് ചെന്നവൻ കാണുന്നത് സ്റ്റഡി ടേബിളിന് മുൻപിൽ കിടക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് എന്തോ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈശാഖിയായിരുന്നു. മഹാദേവന്റെ സംശയങ്ങൾ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുവാൻ പാകത്തിലുള്ളതായിരുന്നു ആ കാഴ്ച. കാരണം രാവിലെ തൊട്ട് താൻ അവളോട് പഠിക്കാൻ പറയുന്നതാ. ഇന്ന് പഠിക്കാം, നാളെ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പി നടന്നവളാണിപ്പോൾ ഇത്രയും ചൂടും ശുഷ്കാന്തിയും ഇരുന്ന് പഠിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ നിനക്കിതെന്തു പറ്റി? അവനൊടുക്കം ചോദിച്ചു പോയി. അത് ശരി, ഞാൻ പഠിക്കാതെ ഇരിക്കുന്നതിന് ഇത്രയും നേരം സാറല്ലേ എന്നെ വഴക്ക് പറഞ്ഞേ? അവൾ പുസ്തകത്തിൽ നിന്ന് മുഖം ഉയർത്താതെ തന്നെ ദേവനോട് പറഞ്ഞു. അതും ഇത്തിരി കടുപ്പത്തിൽ. ഈ കഴിഞ്ഞ ഇത്രയും നാളുകളിൽ ഒരിക്കൽ പോലും തൻ്റെ മുഖത്തേക്ക് നോക്കി മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും അറിയാത്തവളാണ് ഇപ്പോഴിങ്ങനൊക്കെ. മഹാദേവന് ഒരേ സമയം അമ്പരപ്പും അത്ഭുതവും തോന്നിപ്പോയി. എന്തുകൊണ്ടോ പിന്നീട് ദേവനൊന്നും സംസാരിച്ചില്ല. അവൾക്കരികിലായി കിടന്നിരുന്ന ഒരു കസേരയിലേക്കായി അവനും ചെന്നിരുന്നു. എന്നിട്ട് അവളെയും നോക്കിക്കൊണ്ട് പുസ്തകം വായിക്കുന്ന രീതിയിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും വൈശാഖിയുടെ വായന നിലച്ചു. അവൾ പുസ്തകം മടക്കി വെച്ചിട്ട് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും മഹാദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. വൈശാഖി, നിനക്കെന്തു പറ്റിയതാ? മഹാദേവൻ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തിരക്കി. ഒന്നുമില്ല സാർ. വൈശു മുഖം കുനിച്ചു നിന്നു. ഒന്നുമില്ലെങ്കിൽ എന്താ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയേ? അവൻ നെറ്റി ചൊളിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വൈശാഖി വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. മഹാദേവന് പൊടുന്നനെ ദേഷ്യം വന്നു. അവൻ പെട്ടെന്ന് പിടിച്ച് വലിച്ച് അവളെ മടിയിലേക്കിരുത്തി. എന്നിട്ട് പെണ്ണിൻ്റെ മുഖം തൻ്റെ മുഖത്തിന് നേരെ എതിരായിട്ട് വെച്ചു. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? വൈശാഖി സംസാരിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ ശ്വാസം മുട്ടുന്നത് പോലെയാണ് മഹാദേവന് തോന്നിയത്. ആ ഒരുവൾ അവനിൽ എത്രത്തോളം വളർന്നു എന്നതിൻ്റെ തെളിവ്. നീരജയാണോ നിന്റെ പ്രശ്നം? അവൻ ഇത്തിരി ഗൗരവത്തിൽ ഇത്തിരി ഒച്ചയെടുത്തുകൊണ്ട് ചോദിച്ചപ്പോഴേക്കും വൈശാഖി തൻ്റെ മുഖം അതാണെന്നുള്ള രീതിയിൽ പൊടുന്നനെ അനക്കി. മഹാദേവൻ അത് കേട്ടതും തലയിൽ കൈവച്ചിരുന്നു പോയി. എന്നെ നിനക്ക് വിശ്വാസമില്ലേ വൈശാഖി? കുറച്ച് നിമിഷങ്ങൾ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നതിന് ശേഷം അവൻ തിരക്കി. വിശ്വാസമാ. പെണ്ണിൻ്റെ നാവിൽ നിന്നും മറുപടി ഉണ്ടായി. പിന്നെന്തിനാ ഈ പിണക്കം? അവൻ തളർന്നവനെ പോലെ ചോദിച്ചു. ഞാൻ പിണങ്ങിയില്ല. അവളുടെ മറുപടി നിമിഷം കൊണ്ടായിരുന്നു. പിന്നെന്താ ഇത്? അവളുടെ വീർത്തിരിക്കുന്ന കവളിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തിയിട്ട് മഹാദേവൻ അവളോട് ഇത്തിരി താഴ്മയായി തന്നെ തിരക്കി. അത് സാർ എന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ പറയാം. ഒടുവിൽ തുറന്നു പറയാം എന്ന തീരുമാനത്തിൽ അവൾ എത്തി. ഞാൻ വഴക്കു പറയില്ല. മഹാദേവൻ ഉറപ്പ് നൽകി. സാറ് നീരജ മാഡത്തിനോട് മിണ്ടുന്നൊക്കെ കാണുമ്പോഴേ എനിക്ക് കുശുമ്പ് വരും, അതാ. നിഷ്കളങ്കതയോടെ കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടതും മഹാദേവന് ചിരിപൊട്ടിപ്പോയിരുന്നു. മാത്രമല്ല മനസ്സ് നിറഞ്ഞു പോയിരുന്നു. കുശുമ്പ് എന്തിനാ വൈശാഖി? എല്ലാം മനസ്സിലായിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു മഹാദേവൻ്റെ പിന്നീടുള്ള സംസാരങ്ങൾ. അവന് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയായിരുന്നു ആ നേരം. ഞാൻ സിദ്ധേട്ടനോട് സംസാരിക്കുമ്പോൾ സാറും ഇങ്ങനെ മോഹം വേർപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. ഉരുളയ്ക്കുപ്പേരി പോലെ അവളിൽ നിന്നും മറുചോദ്യം വന്നപ്പോൾ ചെക്കൻ്റെ ചുണ്ടുകളിൽ ഒരു വളിച്ച ചിരി വിരിഞ്ഞു. എങ്കിലും അവനത് സമർത്ഥമായി മറച്ചു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനോ? ഞാൻ എപ്പോഴാണ് നിന്നോട് മോഹം വേർപ്പിച്ചേ? ചോദ്യം കള്ളമായതുകൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം വൈശാഖിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. വൈശാഖി അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയതല്ലാതെ ഒന്നും പിന്നീട് ചോദിച്ചില്ല. അത് കണ്ടിട്ട് അവനൊരു വളിച്ച ചിരി വീണ്ടും ചിരിച്ചു. എന്താടി നിനക്ക്? അവളുടെ കൈ പിടിച്ച് പിന്നിലേക്ക് വളച്ചു വെച്ചുകൊണ്ട് വൈശുവിനെ തന്നിലേക്ക് അമർത്തി മഹാദേവൻ. വൈശാഖി കുതിരാൻ നോക്കിയെങ്കിൽ അവൻ വിട്ടില്ല. നീരജയോടെ സത്യം പറഞ്ഞ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ല എൻ്റെ ഭാര്യയെ. അവളോടെന്നല്ല ആരോടും. പിന്നെ ഈ കുശുമ്പും പോസസീവ്നെസ്സും ഒക്കെ എനിക്കിഷ്ടമായി കേട്ടോ. അവളുടെ കാതോരം പറഞ്ഞുകൊണ്ട് പിൻകഴുത്തിൽ മുഖം ചേർക്കുമ്പോൾ
പുറത്തെ മഴയുടെ തണുപ്പിലും വെട്ടി വിയർത്തുപോയി വൈശാഖി. അതേസമയം വൈശക്കൊച്ചയെ എന്നും വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി വന്ന ബോണ്ടായുടെ നോട്ടം വാതിൽ തുറന്നിട്ടിരിക്കുന്ന മഹാദേവന്റെ മുറിയിലേക്ക് അറിയാതെയാണ് പോയത്. അവിടെ കണ്ട കാഴ്ചയിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിന്നവർ അടുത്ത നിമിഷം തന്നെ സ്വന്തം മുറിയിലേക്ക് തിരിഞ്ഞോടിക്കളഞ്ഞു. അവരുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ ബൈ.